വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിട്ടാണ് കേട്ടോ ഹോട്ടലിൽ. അപ്പോൾ ഈ ഇതാണ് ഞാൻ നെയ്റോസ്റ്റാണ് പറഞ്ഞത്. അപ്പോൾ നെയ്റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ കഴിക്കാൻ. അപ്പോൾ ഇനി കഴിച്ചിട്ട് കാണാം. ഹലോ ഗായ്സ്, ഇപ്പോൾ ഞങ്ങളിപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ ഞാൻ ഒരു ക്ലേ സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്തോക്കിയല്ലോ ഗൈസ്. മുടിയൊക്കെ ആകെ മാറി ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടാപ്പ് ഇങ്ങനെ എടുക്കാം. ഓക്കെ, നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലൊരു കവറിങ് ഉണ്ടായിരുന്നു, ഞാൻ പൊട്ടിച്ച് കളഞ്ഞു ഗൈസ്. നമുക്ക് തുറക്കാം. ഇത് ട്രാൻസ്പാരൻ്റ് ആണ് ഗൈസ്. ഒരു സാധനം എടുത്ത് കാണിച്ചിടാം. ഇതാണ് ഒന്ന്. ഇത് തുറക്കാം. കുറെ പെട്ടികൾ കിട്ടി ഗൈസ്. ഇതാണ് ഒന്നിൽ വരുന്ന ക്ലേ. കണ്ടിട്ട് വലിയതാണ് തോന്നുന്നില്ല. നമുക്ക് പൊട്ടിച്ച് നോക്കാം. ചെറുതായിട്ട് ഒട്ടലുണ്ട്, അറിയില്ല. നേരെ എടുത്ത് നോക്കാം. അടിപൊളി ക്ലേ ആണ് ഗൈസ്. അടിപൊളി എനിക്ക് ഇഷ്ടമായി. നല്ല ഒട്ടാത്ത ക്ലേ ആയിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഇതുമ്മ ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. അയ്യോ, അതിൻ്റെ പാക്കേജ് പോയി. നമുക്ക് ടപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാവേ. ഞാനിപ്പോൾ അങ്ങോട്ട് വന്നിട്ടുള്ള അത്ര ക്ഷമ പോലെ ഇല്ല. ഇത് പൊട്ടിക്കായിട്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ ലൈറ്റിംഗ് ഗൈസ്. ഡോൾഫിൻ ഷേപ്പായി. നമുക്ക് ഡോൾഫിനെ അപ്പോൾ നമുക്ക് അടുത്ത കളറ് പൊട്ടിച്ച് നോക്കാം. നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇത് കട്ടയായി തോന്നുന്നു. എനിക്ക് പനിയായപ്പോൾ ഞാൻ എനിക്ക് ക്ലേ വേണമെന്ന് പറഞ്ഞിട്ട് അമ്മ വാങ്ങി തന്നിരുന്നു. പക്ഷെ അത് കുറച്ചും കൂടി നന്നായിട്ട് തന്നെ കൈമാകെ ഉപ്പൊക്കെ. അതുകൊണ്ട് പിന്നെ ഞാൻ ബർത്ത്ഡേ എന്നത് വാങ്ങിയേക്കാം. ലാസ്റ്റ് ബില്ല് ചെയ്യാൻ നേരത്താണ് ഞാൻ ഇത് എടുത്തോളുന്നത്. കാറ്റുണ്ട് ഗായ്സ്. ഇത് കുറച്ചും കൂടി ഒന്ന് ഹാർഡാണ്, എന്നാലും നല്ല അടിപൊളിയാണ്. അല്ലാതെ ഉപ്പ് തന്നെ ചെക്ക് ചെയ്യാൻ ഗൈസ്. അയ്യോ, ഇത് നമുക്ക് സിംഹത്തിനെയാണ് കിട്ടിയിട്ടുണ്ടാവുക. നല്ല രസം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊന്ന് ഒട്ടിച്ചു ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ചെയ്യാം. വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിംഹം നല്ല രസമുണ്ട്. നന്നായിട്ട് സിംഹത്തിനെ നമുക്ക് എന്ത് ചെയ്യാം. ഇതില് ബ്ലൂവും റെഡും ആണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. യെല്ലോ, അങ്ങനെ ഓറഞ്ച്, അങ്ങനെ ഗ്രീൻ, ബ്രൗൺ, ഇതൊക്കെ ഉണ്ട്. ഗൈസ് അപ്പോൾ ഗൈസ് നമുക്ക് റെഡ് നമുക്കിനി ബോക്സിലേക്ക് ഇട്ട് വെക്കാം കേട്ടോ. അടുത്ത കളർ ഗൈസ്. ഇതിലൊരു സാധനം ഉണ്ട്. നമുക്കിങ്ങനെ ക്ലേ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട് ഗൈസ്. പിന്നെ ഒന്നുണ്ട്, ഷേപ്സ് ഉണ്ട് കേട്ടോ. അല്ലാതെ നമുക്ക് കുറേ ഷേപ്സ് ഉണ്ട്. 4-3 ഷേപ്സ് ഉണ്ട് കേട്ടോ. ഒന്ന് പ്ലെയിനാണ്, പിന്നെ കാറാണ്, പിന്നെ ഇതെന്താ പൂച്ചേ അങ്ങനത്തെ എന്താണ്, പിന്നെ ഇതൊരു വീട്, പിന്നെ ഇതുമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. റെഡും ബ്ലൂ കൊടുത്തു. ഇനി നമുക്ക് യെല്ലോ എന്താണ്, നല്ല ക്യൂട്ടായിട്ടുള്ള ആനക്കുട്ടിയാണ്. എലിഫന്റ്, ബേബി എലിഫന്റ്. യെല്ലോ
കുറെ ഡപ്പയിൽ കിട്ടി. നല്ല രസമുണ്ടാവും. പൊട്ടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി മുട്ടായിയാണ്. നമുക്ക് തിന്നാം. ഞാൻ വെറുതെ അറിയാനാണ്. കുറച്ചും കൂടി ചെറിയ കുട്ടികൾക്ക് ഒന്നും വാങ്ങി കൊടുക്കില്ല. അവരെന്താ വെച്ചിട്ട് വായിക്കിട്ടാലും അറിയാതെ. അപകടം. നല്ല നല്ല ക്ലേ ആണ്. ഇതും 3 എണ്ണം നല്ല അടിപൊളിയാണ്. നമുക്ക് അതിൻ്റെ ഇത് വെച്ചിട്ട് ആനക്കുട്ടീനെ ഉണ്ടാക്കാം. ആനക്കുട്ടി റെഡിയായി. ഏകദേശം റെഡി ആയിട്ടുണ്ട്. കാറ്റുണ്ട്. ആനക്കുട്ടീനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് എടുത്ത് വയ്ക്കാം. അടുത്ത കളർ എടുക്കാം. കുറെ കളേഴ്സ് ഉണ്ട്. 6-7 കളേഴ്സ്. 6. ഇനി ഓറഞ്ച് എടുക്കാം കേട്ടോ. ഓറഞ്ച്. ചിലതൊക്കെ പെട്ടെന്ന് പൊട്ടിയിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് കട്ടി കൂടുതലാണ്. അല്ലേ 2 വട്ടം ഇതാക്കിയ നേരാവും. നല്ല രസമുണ്ട്. ഓക്കെ, ഓറഞ്ചിന്റെ ഇതെന്താണെന്ന് വെച്ചാൽ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പൂച്ച കുട്ടിയാണ്. അപ്പൊ നമ്മളതിൽ നമുക്ക് പൂച്ചക്കുട്ടീനെ ചെയ്യാം. നല്ലതാണ്. ഇനി നമുക്ക് ഗ്രീൻ ആണ്. ഗ്രീൻ, ബ്ലാക്ക് ഇല്ല, പിങ്ക് ഇല്ല, കുറെ കളേഴ്സ് ഇല്ല. പർപ്പിളൊക്കെ വേണം. നമ്മൾ ഗ്രീൻ അല്ല എടുത്തിട്ടുള്ളത്, കാപ്പയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതാണ് ഇതിന്റെ ഷേപ്പ്. ചാടിപ്പോയി. നല്ല രസമുണ്ട്. ഇതിനൊരു ടെഡിയാണ് ഗൈസ്. ടെഡി നമുക്കൊന്ന് ഇതാക്കി കൊടുക്കാം. ഓക്കെ, ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കുഴപ്പമില്ല. നമുക്ക് ഈ ടെഡീനെ എന്ത് ചെയ്യാം? എല്ലാത്തിനും ഞാൻ തന്നെ ചെയ്യാറ്. അപ്പൊ അടുത്തത് എടുക്കാം. ടൈം പോക്കണ്ട. ഇപ്പൊ നല്ലൊരു ബട്ടർഫ്ലൈ ആണ് ഗ്രീനിൽ കിട്ടിയിട്ടുള്ളത്. ഗ്രീൻ കുറച്ചൊന്ന് ടൈറ്റ് അല്ല കേട്ടോ. ചിലതൊക്കെ നല്ല ടൈറ്റ് ആയിരുന്നു. നമുക്ക് ബട്ടർഫ്ലൈ അച്ചടിച്ചു നോക്കണം. ഓക്കെ, എടുക്കാം. നല്ല ക്യൂട്ട് ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈനെ എന്ത് ചെയ്യാം നമുക്ക്? അപ്പൊ ഇത്രയൊക്കെയാണ് കളേഴ്സ്. ഞാൻ ഒപ്പം വെച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതിൽ 6 കളേഴ്സ്.
അപ്പോൾ ഇത്ര എണ്ണമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ ഒരുമിച്ച് വെച്ച് കാണിച്ചത്. ഓക്കെ, നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്കിനി എന്തെങ്കിലും ഷേപ്സ് ഉണ്ടാക്കാം. കവേഴ്സ് ഉണ്ട് കേട്ടോ. കവർ ഇല്ലെങ്കിൽ കട്ടിയാവുന്നൊന്നും അറിയത്തില്ല. അപ്പോൾ തൽക്കാലത്തിന് ആ കവർ ഇവിടെ വയ്ക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടി റെഡ് ഉണ്ട്. നമുക്ക് ഈ ഷേപ്സ് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. റെഡ് കൊണ്ട് നമുക്ക് ഇതും ചെയ്ത് നോക്കാം. അത് നമുക്ക് വട്ടത്തില്ല. ഓക്കെ, നമുക്ക് ആദ്യം വീട് ഇങ്ങനെ കാറും കൂടിയും ചെയ്തു. അയ്യോ, ഇത് അങ്ങനെയല്ലായിരുന്നു, തിരിച്ചിട്ടായിരുന്നു. കുഴപ്പമില്ല, നേരായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, രണ്ടെണ്ണം ചെയ്യാന്നേ പറ്റുള്ളൂ. ഓക്കെ, കാറിന്റെ ചെറുതായിട്ടൊന്ന് കൊളായിട്ടുണ്ട്. പക്ഷെ ഇതുകൊണ്ടായിരുന്നു കേസ് എടുക്കുക. എക്സാം ബോർഡിലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല. കാറ് കുറച്ചൊന്ന് കൊളായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ കാറ്. വീട് അത്യാവശ്യം നേരായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ബാക്കി വരുന്നത് കൊണ്ട് നമ്മളൊന്നും കൂടി ഉണ്ടാക്കാം. എന്നിട്ട് നമ്മുടെ ബാഡ് മൈൻഡ് നമ്മളോട് പറയും ഇതെല്ലാം അങ്ങോട്ട് മിക്സ് ചെയ്യാൻ. അങ്ങനെയാണ് എത്രയും വട്ടം ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് കിട്ടിയത് 4 ഷേപ്സ് ആണ്. പറഞ്ഞിട്ടുണ്ടാവൂലേ? ഓക്കെ, നമുക്ക് പൂച്ച പ്ലെയിനും ഇത് രണ്ടുമാണ് ചെയ്യാനുള്ളത്. നമുക്ക് കാറും വീടും കൂടെ വയ്ക്കാം. പൂച്ച റെഡി ആവുമോന്ന് അറിയത്തില്ല ഗൈസ്. നമ്മൾ പ്ലെയിനും ഇതാക്കിയിട്ടുണ്ട്. പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി വരുന്നത് ഇങ്ങനെ എടുക്കാം. പ്ലെയിനും ഇതൊക്കെ ആകെ കോളായിട്ടുണ്ട്. ഇതാണ് ഇതാണ് നമ്മുടെ പൂച്ചക്കുട്ടി. നല്ലോണം ശരിയായത് വീടും പൂച്ചക്കുട്ടിയാണ്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ,
സബ്സ്ക്രൈബ്, പിന്നെ കമൻറ്റും ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ ടാറ്റാ. Happy birthday.